അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട നൂർ ഹബീബി തങ്ങളെ വോയിസ് ലീക്കായി ഒരുപാട് ആളുകൾ എന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം തങ്ങൾ എന്ത് പറഞ്ഞെന്നറിയോ? വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. തങ്ങൾ പറഞ്ഞത് ഇത് AI വോയിസ് എന്ന്. AI വോയിസ് ആണെങ്കിൽ തങ്ങളൊരു കാര്യം ചെയ്യണം തങ്ങളെ. കാരണം നിങ്ങൾ ഇതിനെതിരെ കേസ് കൊടുത്തിരിക്കണം. നിങ്ങളെ വോയിസ് വെച്ചിട്ട് AI ആരെ നിർവഹിച്ചത് അവരെ നിങ്ങൾ കണ്ടുപിടിക്കണം, കേസ് കൊടുക്കണം തങ്ങളെ. അല്ല തങ്ങളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ നിങ്ങളോട്. ഈ ഷീറെല്ലാം ഇതാക്കണമെങ്കിൽ ഇത്രയല്ല പൈസ ഉണ്ടാ തങ്ങളെ? ഞാൻ ആദ്യമായിട്ടാണ് ഷീറെല്ലാം ഉള്ളത് സത്യം തന്നെയാണ്. ഷീർ, കണ്ണേർ ഇങ്ങനത്തെ എല്ലാം ഉള്ളത് ഇസ്ലാമിൽ സത്യമാണ്. പക്ഷെ ഇത്രയല്ല പൈസ. അപ്പം ഇപ്പം മനസ്സിലായില്ല. അപ്പം ഈ തങ്ങള് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് യതീമക്കളെ നോക്കുന്നുണ്ട്, ഒരുപാട് ആൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് തങ്ങള്. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ കിട്ടുന്ന പൈസയിലായിരിക്കുമല്ലോ തങ്ങൾ കൊടുക്കുന്നത്. ഇത് നല്ല കാര്യമാണ് തങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇല്ലേ, ഈ തങ്ങൾ എന്താക്കണമെന്ന് വെച്ചാലല്ലേ, നിങ്ങൾ ആ വോയിസ് കേൾക്ക് തങ്ങളെ. പക്ഷെ തങ്ങൾ എന്താക്കണം, ഇതിനെതിരെ പ്രവർത്തിച്ചവർക്ക് നിങ്ങൾ കേസ് കൊടുക്കണം തങ്ങളെ. ഞമ്മ സംസാരിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഒരുപാട് ആൾക്കാർ ഞമ്മക്കെതിരായിട്ട് തെറി പറഞ്ഞു കൊണ്ടുവരും. നീ ഇങ്ങനെടോ ഞങ്ങളെ ഹബീബിൻ്റെ നൂറിനെ പറ്റിയിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ. ഞാൻ ഒരു മജ്‌ലിസ് സലാത്തിനും ഒരു ഇതിനും നമ്മൾ എതിരല്ല. ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. സലാത്ത് എന്നതും മജ്‌ലിസ് എന്നതും എല്ലാം നമുക്ക് മാഷാ അല്ലാഹ് ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്നുള്ള സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഇടത്തോളം തങ്ങളെ വിചാരിച്ചത് എന്തെന്നറിയോ? സത്യത്തിലും കളി പറയുന്നല്ല കേട്ടോ. തങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന്, ഇൻസ്റ്റഗ്രാമിൽ നിന്നെല്ലാം വരുന്ന വരുമാനത്തിൽ നിന്നായിരിക്കും ഈ തങ്ങൾ ഇങ്ങനെയുള്ള പാവപ്പെട്ട സാധുക്കളെ സഹായിക്കുന്നതും ഇങ്ങനെ സ്വത്തെടുക്കുന്നതും കാര്യങ്ങൾ എടുക്കുന്നതും എന്ന് ഞാൻ എൻ്റെ മനസ്സിലെടുത്തോളം ഞാൻ വിചാരിച്ചത്. പക്ഷേ തങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടാണ് ഈ പൈസ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയില്ലായിരുന്നു. കാരണം ഈ ഒരു വോയിസ് വന്നിട്ടാവില്ലേ ഞെട്ടിപ്പോയി തങ്ങളെ. കാരണം വെച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് നിങ്ങളൊരു പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, 100 മുത്തുമണികൾ. ഈ മുത്തുമണികളെല്ലാം നെട്ടിയിട്ട് എത്രയുണ്ടാവും അല്ലേ? തങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്തതിൽ അത് ചിലപ്പോൾ സാധുവിൻ്റെ എന്നായിരിക്കും ആ പൈസ ചോദിക്കുന്നുള്ളത്. പിന്നെ അങ്ങനെ എത്രയോ സാധുക്കളെ എന്നുള്ളത് തങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും തങ്ങളെ. പക്ഷെ ഇതിനെതിരായിട്ട് തങ്ങൾ എന്താക്കണമെന്ന് വെച്ചാൽ ഈ വോയിസ് ആരാന്ന് ഇറക്കിയിട്ടുള്ളത്, ആ വോയിസിന് കേൾക്കും. നിങ്ങൾ കേട്ടോ ആ വോയിസ്? മാരകമായ തടിക്ക് ബാധിക്കുന്നുണ്ട് നിങ്ങൾ ഇല്ലാതെയാകണം. അത് മറ്റു വിഷയമൊന്നും പറയണ്ട, അത് നമ്മൾ ഏറ്റാണ് ഭയങ്കര വിഷയം കാണുന്നുണ്ട്. ഇതേ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും. അത്രയും പ്രശ്നം കാണണം. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാണ്ട് അള്ളാഹു കാക്കട്ടെ. നിങ്ങളിതിപ്പോ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യാൻ 3000 ചില ഉറപ്പ് വരും താൽക്കാലികമായിട്ട്. പിന്നെ ഈ പഞ്ചലോകത്തിന്റെ തകട് ചെയ്യാൻ ഒരു ഗ്രാമെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ അത് 7800 ഉറുപ്പ്യാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കോളം ഒരു വിഷയം ഉണ്ടാവില്ല. ഇത് ബാത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം? മുത്താത്ത കാര്യങ്ങൾ ചെയ്യണം. ഒന്നാട് തങ്ങൾ പറഞ്ഞെന്തിനാ ഇത് താൽക്കാലികമായിട്ട് അങ്ങനെയും ഉണ്ടാകുന്നില്ലായിരിക്കും അല്ല. ഈ ഷെയർ താൽക്കാലികമായിട്ട് ശരിയാക്കണമെങ്കിൽ 3000 സംതിങ് തങ്ങൾ പറഞ്ഞത്. അഥവാ മരിക്കോളത്തേക്ക് നിങ്ങൾക്ക് അത് ഇതാക്കണമെങ്കിൽ എത്ര? 7000 സംതിങ്ങോ? അങ്ങനെയല്ല ചോദിച്ചത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ? നിങ്ങൾക്കൊന്ന് മനസ്സിലായിനാ? താൽക്കാലികമായിട്ടാണെങ്കിൽ 3000 സംതിങ്ങും മരിക്കോളം. അപ്പം ഈ താൽക്കാലികത്തിൻ്റെ ഇടയിൽ നിന്ന് മൂപ്പര് മരിച്ചു പോയെങ്കിൽ തട്ടിപ്പോയെങ്കിലാ? അപ്പം അത് നഷ്ടമല്ല ഈ 7000 കൊടുത്തിട്ട് ചെയ്യുന്നത്. ഇത് എന്തല്ലേ? ദീന് വിറ്റിട്ട് കാശാക്കുന്നതെന്ന് ഒരുപാട് ആളുകൾ പ്രസംഗിക്കുന്നു, ഒരുപാട് ആളുകൾ ചെയ്യുന്നു. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. എന്തെന്നറിയോ? ഞാനൊരു ഉസ്താദിൻ്റെ ഒരു മജ്‌ലിസ് ഞാൻ ഇങ്ങനെ ട്രോൾ ചെയ്യുമ്പോൾ എനിക്കൊരു ഉസ്താദിൻ്റെ മജ്‌ലിസ് കാണാൻ സാധിച്ചു. ആ മജ്‌ലിസിൽ അന്ന് ഉണ്ടായിരുന്നത് 17 ആൾക്കാരായിരുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. ആ മജ്‌ലിസിൽ അന്നുണ്ടായിരുന്നത് 17 ആൾക്കാരായിരുന്നു. ഞാൻ ലൈവ് നോക്കുമ്പോൾ ഇത് ഓൺലൈൻ വാച്ചിങ് 17 ആൾക്കാർ. പിറ്റേ ദിവസം എന്തായെന്നറിയോ ഉസ്താദിൻ്റെ വാച്ചിങ്ങിൽ? അത് 14 കുറഞ്ഞ്. മനസ്സിലാക്കണം, 14 ആളായിട്ട് കുറഞ്ഞ്.
എന്നിട്ടും ആ ഉസ്താദ് ഈ മജ്ലിസും കൊണ്ട്, ഉസ്താദ് ആരെന്നൊന്നും എനിക്കൊന്നും അറിയില്ല കേട്ടോ, ഉസ്താദായിട്ട് ഇപ്പോൾ ഒരു പേഷം ധാരികളിലും ഉണ്ടോണ്ട്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരു മൂന്നാമത്തെ നോക്കുമ്പോൾ അത് 24 സംതിങ് ആൾക്കാരായി. മനസ്സിലാക്കണം. എന്നിട്ടും തളരില്ല എന്ന് പറഞ്ഞിട്ട് ആ ഉസ്താദ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പിന്നെ ഒരു മാസങ്ങൾക്ക് ശേഷം എത്രയായിന്നറിയോ? 700 സംതിങ് ആളായി. എന്ത്? ആ വാച്ച് ചെയ്യുന്ന വീഡിയോ ഓൺലൈൻ വാച്ചിങ്ങിൽ കാണിക്കുന്നില്ല, സലാത്തും ഇത് ദിക്റെല്ലാം ചെല്ലുമ്പോൾ എത്രയായി? 700 സംതിങ് ആൾക്കാരായി. മൂപ്പര് ഇത് കണ്ടിന്യൂ ചെയ്തു പോയി. ആ 17 ആൾ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ മൂപ്പര് തളർന്നില്ല. ഇത് നമുക്ക് പറ്റിയ പണിയാണെന്ന് മൂപ്പർക്ക് മനസ്സിലായി. ഇതിലൊരുപാട് ആളുകൾ വരുമെന്ന് മനസ്സിലായി. എന്നിട്ട് മൂപ്പർ എന്ത് ചെയ്തെന്നറിയോ? ഇത് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം എന്തായി? 3 മാസങ്ങൾക്ക് ശേഷം 3 മാസങ്ങൾക്ക് ശേഷം 3000 സംതിങ് ആൾക്കാരാണ് ഓൺലൈൻ വാച്ചിങ് ഈ സലാത്ത് മജ്ലിസിൽ. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ്, ഉസ്താദെ ദുആ ഉസ്താദെ എൻ്റെ ഭർത്താവിന് ജോലിയാവാൻ വേണ്ടിയിട്ട് ദുആ എൻ്റെ ഭർത്താവിൻ്റെ അതാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഇതാണ്, ഭാര്യയ്ക്കുന്നില്ല കേട്ടോ, സോറി അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ എൻ്റെ മകളെ പഠിച്ചിട്ട് വലുതാകാനും വേണ്ടിയിട്ട് ദുആ അങ്ങനെ ഒരുപാട് ദുആ. അപ്പോൾ ഉസ്താദിന് ഇൻട്രസ്റ്റ് വന്ന് ഫസ്റ്റ് ഉസ്താദ് വീഡിയോ ചെയ്യുമ്പോഴല്ല, എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ബാക്കിൽ ഒന്നും വെച്ചിട്ടില്ലല്ലോ, നേരെ മതിലും അവിടെ പിന്നെ ഇത് കാണുന്നുണ്ടല്ലോ, അത്ര മാത്രം. അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആ മൂപ്പരുത്. പിന്നെ ഈ 700 സംതിങ് ആൾ വരുമ്പോൾ മൂപ്പർ ബാക്കിൽ പച്ച ഒരു തുണി വന്ന്, മനസ്സിലാക്കണം, മൂപ്പര ബാക്കിൽ പച്ച തുണി വന്ന് കുറച്ച് കഴിയുമ്പോൾ അത് ഡിജിറ്റലായി മാറി. എത്ര? ഈ 3000 സംതിങ് ആൾക്കാർ വരുമ്പോൾ ഇല്ലേ, ഡിജിറ്റലായിട്ട് മാറി. എങ്ങനെ? ബാക്ക്ഗ്രൗണ്ട് ഡിജിറ്റലായി 3000 സംതിങ് ആൾക്കാരെ ലൈവിൽ കാണാൻ വരുമ്പോഴല്ലോ. അപ്പോൾ ഇവർക്ക് ഈ ചില ആളുകൾക്ക് അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ സലാത്തും കാര്യങ്ങളും ഇങ്ങനെയെല്ലാം തുടങ്ങിയാലേ നമുക്ക് വിജയിക്കുമെന്ന് മൂപ്പർക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ടാണ് ചില ആളുകൾ ഇതിൽ വന്നിട്ട് സലാത്തും ദിക്കറുകളും നല്ല കാര്യമാണ്. ഒരുപാട് ആളുകൾ ഇതിൽ സലാത്തും ദിക്കറുകളും എല്ലാം ചെല്ലുന്നുണ്ട്. ചില സ്ത്രീകൾ ജോലിൻ്റെ ഇടയിലും ഈ മൊബൈൽ വെച്ചിട്ട് റീൽസ് എല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിങ്ങൾ ഈ കണ്ടുപിടിച്ച ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, അവരിങ്ങനെ നോക്കിയിട്ടായിട്ട് സലാത്തും കാര്യം അവിടെ സലാത്ത് ചെല്ലുമ്പോൾ ഈ സ്ത്രീകളും ചെല്ലിപ്പോന്ന്. ഇപ്പം ആ പണ്ഡിതൻ എങ്ങനെയാണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പച്ചത്തട്ടല്ല കേട്ടോ, ഇങ്ങനെ ഇട്ടിട്ട് യവാ ഇങ്ങനെ ആക്കിയിട്ട് മാഷാ അല്ലാഹ് പിന്നെ പപ്പിയെല്ലാം വെച്ചിട്ട് ഇപ്പോൾ ചെല്ലുന്ന സലാത്തും കാര്യങ്ങളും ജനങ്ങൾ കൂടി പോയി. അങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരുണ്ടായിരുന്നത്? നമ്മുടെ ഹാമിദ് ഹാറ്റക്കോയ തങ്ങളുടെ അനിയന് ഒരു ഏർവാടി മജ്ലിസിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൂപ്പരുതും അങ്ങനെയായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വാച്ച് ആൾക്കാരിൽ എത്ര കാണുന്നത്, ഇപ്പോൾ നോക്കി അവരുടെ വീഡിയോയിലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് മനസ്സിലായി ഇതാണ് പറ്റിയ ബിസിനസ് എന്ന്. അങ്ങനെയാണ് ചില ആളുകൾ ഇറങ്ങിയിട്ടത്. പക്ഷേ ഈ ആറ്റക്കോയ തങ്ങളുടെ വിഷയത്തിലേക്ക് വരുന്നതാണെങ്കിൽ ഈ തങ്ങളെ ഈ വോയിസ് AI എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇതെന്താക്കണം വെച്ചാൽ തങ്ങളത് ചെയ്തിട്ടായെങ്കിൽ നിങ്ങളെ മുത്തുമണികളെടുത്ത് നിങ്ങളത് ബോധ്യപ്പെടുത്തണം. അപ്പോൾ ചില സ്ത്രീകൾ എനിക്ക് കമൻ്റ് ഇടും, ഞങ്ങൾക്കറിയാം തങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. എന്നിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾക്ക് സലാത്തും ദിക്കറുകളും ചെല്ലാനുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് നല്ലൊരു മനസ്സുറപ്പിച്ചിട്ട് നിങ്ങളെ കാര്യങ്ങൾ എന്തെങ്കിലും നടത്താനുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലിക്കോ. നിങ്ങൾ ആ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു തരുന്ന പറഞ്ഞിട്ട് യാതൊരു സംശയമില്ല. പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസമാണ് വരുന്നുള്ളത്. സലാത്ത് നിങ്ങൾ വർദ്ധിപ്പിച്ചോ. നിങ്ങളെ കാര്യം എന്ത് കാര്യങ്ങളും ഹലാലായ മാർഗത്തിലൂടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ച് തന്നെ ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ വ്യാജമാരുടെ വഴിക്ക് പോയിട്ട് നിങ്ങളെ കാശും കാര്യങ്ങളും ഒന്നും കളയരുത്. ഒരു ഉറുപ്പ നിങ്ങൾക്ക് ചിലവിലാണ്ടാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെല്ലിക്കും.